Hey guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. എന്താണ് ഡൈനാമിക് ടൈപ്പിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക t7_dynamictyping.js. ഓക്കെ, JavaScript എക്സ്റ്റൻഷൻ .js ആണ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ Ctrl+Alt കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഇനി ഇത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു കമ്പൈലർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർപ്രറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൺ ചെയ്യുന്ന സമയത്തിന് നമ്മുടെ ഈ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി പുതിയതായിട്ട് അസൈൻ ആവും. ലൈക്ക് എന്ത് ടൈപ്പാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ഞാനിപ്പോൾ console.log നെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു. ഈ നെയിമിൻ്റെ നമുക്കാദ്യം ടൈപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് ടൈപ്പ് ഓഫ് എന്നുള്ളത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫിൻ്റെ അകത്ത് ഞാൻ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വിചാരിച്ചോ. ബാക്കിയെല്ലാം ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇത് മാത്രം ഞാൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, റൺ ചെയ്യാൻ വേണ്ടി നോഡ് സ്പേസ് നമ്മളിപ്പോൾ ഇവിടെ T7 ആയില്ലേ, അപ്പോൾ ഇത് കൊടുക്കുക, അതിനുശേഷം എൻ്റർ കൊടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, നമ്മൾ പ്രിമിറ്റീവ് ടൈപ്സിൽ നമ്മൾ നോക്കിയപ്പോൾ 5 പ്രിമിറ്റീവ് ടൈപ്സ് മെയിനായിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ട്രിങ്, നമ്പർ, ബൂലിയന്, അൺഡിഫൈൻഡ്, നള്ള്, അങ്ങനെ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ടൈപ്പാണ് നമുക്കിവിടെ ഈ ഒരു ഡൈനാമിക് ടൈപ്പിങ്ങിൻ്റെ നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേരിയബിൾ ഏത് ടൈപ്പാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ടൈപ്പ് ഓഫ് ഞാനിവിടെ നെയിം കൊടുത്തപ്പോൾ സ്ട്രിങ് കൊടുത്തു. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വേരിയബിൾസ് എന്ന് പറയുന്ന സംഭവം ഡൈനാമിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ത്രൂ ഔട്ട് ആ ഒരു പ്രോഗ്രാമിൽ സെയിം വാല്യൂ തന്നെ ആയിരിക്കും. പക്ഷേ വേരിയബിൾസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക്കായിട്ട് വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിൽ ഇവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. ഇതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യാൻ പോണ്, ഈ നെയിമിൻ്റെ വാല്യൂ ഞാൻ ചെയ്യാൻ പോണ്. നെയിം ഞാൻ മാറ്റിയിട്ട് സ്ട്രിങ് ഞാൻ മാറ്റിയിട്ട് വല്ല നമ്പർ ഞാൻ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 25 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചോ. ഇനി ഞാനിത് കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത്, console.log ടൈപ്പ് ഓഫ് എന്താണ്, ടൈപ്പ് ഓഫ് നെയിം. ഓക്കെ, ടൈപ്പ് ഓഫ് ഞാൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത്, ആദ്യത്തെ പ്രാവശ്യം സ്ട്രിങ് കാണിച്ചു. കാരണം എന്തുകൊണ്ടാണ്, ആദ്യം നെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അഖിൽ എന്നാണ്. അതൊരു സ്ട്രിങ് ലിറ്ററലായിട്ടായിരുന്നു ആദ്യം സേവ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഡൈനാമിക്കലി ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൽ ഡൈനാമിക്കലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ടൈപ്പ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്തിന്, ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്തിന്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നെയിം = ഞാൻ 25 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ console.log ചെയ്തപ്പോഴത്തേക്കും ഡൈനാമിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൈപ്പ് മാറിയിരിക്കുക, അതായത് നമ്പറായി. ഇതേ സെയിം കേസ് തന്നെയാണ് ഏതൊരെണ്ണത്തിലും. അതായത് ഇപ്പോൾ ഞാനിവിടെ നെയിം ഞാൻ മാറ്റി ഇപ്പം ഏജാണ് ഞാൻ കൊടുത്തിരുന്നതെങ്കിൽ ബേസിക്കലി ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഏജ് എന്ന് പറഞ്ഞാൽ നമ്പർ ലിറ്ററലാണ്. അതേ സമയത്തിന് ഞാൻ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഫോൾസ് എന്നാക്കിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഏജ് ഞാൻ ഫോൾസ് ആക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ ടൈപ്പ് ഞാൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ബൂലിയൻ എന്ന് വരും. കാരണം എന്തുകൊണ്ടാണ്, ഏജിൻ്റെ വാല്യൂ ഞാൻ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് ഫോൾസ് എന്നാക്കി, ബൂലിയൻ വാല്യൂ ആക്കി. അതേപോലെ തന്നെയാണ് ഇനി ഞാനിപ്പോൾ ഇവിടെ console.log. ഓക്കെ, console.log ഇവിടെ ഞാൻ ഫസ്റ്റ് നെയിം കൊടുത്തെന്ന് വിചാരിച്ചോ. ടൈപ്പ് ഓഫ് ഫസ്റ്റ് നെയിം, ഓഫ് ഫസ്റ്റ് നെയിം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് അൺഡിഫൈൻഡ് എന്ന് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ലിറ്ററൽ കാണിക്കും. ആൻഡ് ഫൈനലി ഞാനിവിടെ സെലക്റ്റഡ് കളേഴ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റായിട്ട് കാണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെലക്റ്റഡ് കളേഴ്സ് എന്ന് പറയുന്ന നള്ള് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡേറ്റ, ഒരു വേരിയബിളിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഡേറ്റ, ലൈക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് = ഒരു കേർലി ബ്രേസിൻ്റെ അകത്ത് നെയിം, ലൈക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നെയിം = ഈ ഒരു കേർലി ബ്രേസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നെയിം എന്നിട്ട് അതിനൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചോ, അഖിൽ. അടുത്ത്
ലാസ്റ്റ് നെയിം എസ് കുമാർ, അതുപോലെ തന്നെ ഏജ് 22. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയും. അതായത് ഈ ഒരു നെയിം എന്ന് പറയുന്ന നെയിം വേണ്ട, നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസാണ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഓക്കെ നമുക്ക് ലെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് വിടാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വാല്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നള്ളെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാനിത് നോക്കിക്കഴിഞ്ഞാൽ console.log ടൈപ്പ് ഓഫ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഓക്കെ, അത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇനി ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു വാല്യൂസും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു നള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജും ഇതിൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു എംപ്റ്റി നൾ ഒബ്ജക്റ്റാണ്. ഓക്കെ, എംപ്റ്റി ഒബ്ജക്റ്റാണ്, കാരണം ഇതിൻ്റെ അകത്ത് വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ അത് നള്ളാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെയാണ് നമുക്ക് നള്ളാക്കാൻ പറ്റുന്നത്. നൾ എപ്പോഴാണ് ആവുന്നത്, അതിൻ്റെ അകത്ത് വാല്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നള്ളാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡൈനാമിക് ടൈപ്പിംഗ്, ജാവാസ്ക്രിപ്റ്റിലെ ഡൈനാമിക് ടൈപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.